നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നാണ് 2018 എന്ന സിനിമ. 2018 എന്ന വർഷത്തിൽ കേരള സമൂഹം ഒന്നടങ്കം അനുഭവിച്ച ആ പ്രളയകാലത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടമായിരുന്നു 2018 എവരിവൺ ഈസ് എ ഹീറോ എന്ന ചിത്രം കണ്ടിറങ്ങിയ ഓരോ മലയാളികളുടെയും മനസ്സിൽ ഉരുത്തിരിഞ്ഞ ഒരു സംശയമാണ്, എങ്ങനെയാകും ആ പ്രളയകാലത്തെ ഈ സിനിമയിൽ അതേപോലെ തന്നെ ചിത്രീകരിച്ചിരിക്കുക. ഇതായിപ്പോൾ 2018 എവരിവൺ ഈസ് എ ഹീറോ എന്ന ചിത്രത്തിൽ കടൽക്ഷോഭവും തിരമാലകളും വരുത്താൻ ഉപയോഗിച്ച ടെക്നിക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സംവിധായകൻ ജൂഡ് ആന്റണി. ആ സിനിമയിൽ രക്ഷയ്ക്കെത്തിയത് മലയാളിയുടെ ബുദ്ധിയാണെന്ന് ജൂഡ് പറയുന്നു. മികച്ച വിദേശ ഭാഷാ ചലച്ചിത്രത്തിനുള്ള ഓസ്കാർ പുരസ്കാരത്തിന് വേണ്ടി ഇന്ത്യയിൽ നിന്നും പരിഗണിച്ചതിനാൽ ഓസ്കാർ ഔദ്യോഗിക യൂട്യൂബ് ചാനലിലാണ് 2018 മേക്കിംഗ് രഹസ്യങ്ങൾ സംവിധായകൻ പങ്കുവച്ചത്. വെള്ളപ്പൊക്കവും കടൽക്ഷോഭവും എയർലിഫ്റ്റും ഉൾപ്പെടെ ചിത്രത്തിലെ സുപ്രധാന രംഗങ്ങളുടെ ഷൂട്ടിംഗ് അനുഭവം ജൂഡ് വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട്. വൈക്കത്തെ 12 ഏക്കർ വരുന്ന പുരയിടത്തിൽ സെറ്റിട്ടായിരുന്നു സിനിമയുടെ ചിത്രീകരണമെന്ന് മുൻപ് തന്നെ അണിയറ പ്രവർത്തകർ വെളിപ്പെടുത്തിയിരുന്നു. 2 ഏക്കർ സ്ഥലത്ത് പണിത വലിയ ടാങ്കിലായിരുന്നു വെള്ളപ്പൊക്കം ചിത്രീകരിച്ചത്. വെള്ളം കയറി വരുന്നത് ചിത്രീകരിക്കാൻ വേണ്ടി ടാങ്കിലേക്ക് കൂടുതൽ വെള്ളം കയറ്റി വിടാതെ വീടുകളുടെ ഉയരം കുറച്ചുകൊണ്ടാണ് അതേ ഇഫക്റ്റ് സാധ്യമാക്കിയതെന്ന് ജൂഡ് വെളിപ്പെടുത്തി. കടൽക്ഷോഭവും തിരമാലകളും സൃഷ്ടിക്കാൻ ആശ്രയിച്ചത് വലിയ യന്ത്രങ്ങളെയല്ല, മനുഷ്യരെ തന്നെയാണെന്ന് ജൂഡ് പറയുന്നു. 10-15 ആളുകൾ ടാങ്കിലേക്ക് ഇറങ്ങി ബോട്ടിൽ പ്രത്യേകം ബന്ധിപ്പിച്ച് ചേർത്ത കമ്പികളിൽ കുലുക്കിയാണ് ആ ഇഫക്റ്റ് വരുത്തിയത്. ഒരു ബോട്ടിന് ചുറ്റും 10-15 പേരെങ്കിലും കുലുക്കാൻ കാണും. ആർട്സ് ഡയറക്ടറും സംവിധാന സഹായികളുമെല്ലാം അതിനായി വെള്ളത്തിലേക്ക് ഇറങ്ങി. കൂറ്റൻ തിരകൾ ഉണ്ടാക്കാൻ JCB ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്നും സംവിധായകൻ പറയുന്നു. ആ സീക്വൻസിലെ സ്റ്റോറി ബോർഡ് പ്രിന്റ് ഔട്ട് എടുത്ത് സെറ്റിൽ പ്രദർശിപ്പിച്ചു. ഓരോ ഷോട്ടും എടുത്തു വരുന്നതിനനുസരിച്ച് ബോർഡിൽ നിന്നും ഓരോ ഫോട്ടോയും എടുത്തു നീക്കി. കയ്യടികളോടെയാണ് ഓരോ ഷോട്ടും പൂർത്തിയാക്കിയതെന്നും സംവിധായകൻ. ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ അഭിമാനം തോന്നുന്ന സിനിമയാണ് 2018. അസാധ്യമെന്ന് പറയുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ നമ്മുടെ 1-2 സ്റ്റെപ്പ് മതിയാകും. അതൊരു പക്ഷേ ചെറിയൊരു സ്റ്റെപ്പാകും, എന്നാൽ അത് ചെയ്താൽ മതി. അത് വലിയൊരു സ്റ്റെപ്പായി പിന്നീട് മാറും. അങ്ങനെ നമ്മൾ പോലും അറിയാതെ വലിയൊരു ലക്ഷ്യം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഞാനൊരു സാധാരണ ഫിലിം മേക്കറാണ്. സാധാരണഗതിയിൽ സിനിമകൾ കാണുന്ന, സിനിമയിൽ നിന്നും പഠിക്കാൻ ഇഷ്ടമുള്ള ഒരാൾ. ഷോർട്ട് ഡിവിഷൻ ഓരോന്നും താൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് 2018 ഒരു കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. ഞാൻ ഇപ്പോഴും സിനിമ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സിനിമ കാണുന്ന, സിനിമ പഠിക്കുന്ന ഏതൊരു സിനിമാ പ്രേമിക്കും എത്ര വലിയ സിനിമ വേണമെങ്കിലും ഏത് വലിയ സ്കെയിലിലും ചെയ്യാൻ പറ്റുമെന്നതിന് തെളിവാണ് 2018 എന്ന സിനിമയും ഞാൻ എന്ന ഫിലിം മേക്കറും എന്നാണ് സംവിധായകൻ ജൂഡ് ആന്റണി പറഞ്ഞത്. ഓസ്കാർ പുരസ്കാരത്തിലേക്കുള്ള ചുരുക്കപ്പട്ടികയിൽ ചിത്രം ഇടം നേടിയെങ്കിലും ഇന്ത്യൻ എൻട്രിയായി 2018 അക്കാദമി പരിഗണിച്ചിരുന്നു. നിർമ്മാതാവ് വേണു കുന്നംപള്ളി, പ്രൊഡക്ഷൻ ഡിസൈനർ മോഹൻദാസ്, ഛായാഗ്രഹൻ അഖിൽ ജോർജ്, എഡിറ്റർ ചമൻ ചാക്കോ എന്നിവരും 2018 ചിത്രീകരണ അനുഭവങ്ങൾ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നുണ്ട്. കഥകൾ കൊണ്ട് മാത്രമല്ല ടെക്നിക്ക് കൊണ്ടും ആളുകളെ പിടിച്ചിരുത്താമെന്ന് തെളിയിച്ച ഒരു മലയാള സിനിമയുണ്ടെങ്കിൽ അത് 2018 തന്നെയാണ്.